സിസ്റ്റർ ബിനു ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായ കർത്താവ് ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരുന്നു ആ പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. Praise the Lord. Praise the Lord. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവേ നിൻ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു ഞങ്ങൾ, വാഴ്ത്തി പാടുന്നു. സ്തുതികൾ പ്രിയൻ ചെയ്ത നന്മകൾ തൻ ഓർമ്മയിലുണരും ഗീതങ്ങൾ, നന്ദിയാൽ നിറയും ഹൃദയവുമായി സ്തുതികൾ പ്രിയൻ ചെയ്ത നന്മകൾ തൻ ഓർമ്മയിലുണരും ഗീതങ്ങൾ, നന്ദിയാൽ നിറയും ഹൃദയവുമായി കർത്താവിന് സ്തുതി പാടുക നാം. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവേ നിൻ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു ഞങ്ങൾ, വാഴ്ത്തി പാടുന്നു. ആഴിയിൽ അത്ഭുതം ചെയ്ത പരൻ, ആഴങ്ങളിൽ വഴിയൊരുക്കിയവൻ, ഇമ്മാനുവേലാമേശപരൻ, ആഴിയിൽ അത്ഭുതം ചെയ്ത പരൻ, ആഴങ്ങളിൽ വഴിയൊരുക്കിയവൻ, ഇമ്മാനുവേലാമേശപരൻ, സ്തുതികൾക്കു യോഗ്യനവൻ. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവേ നിൻ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു ഞങ്ങൾ, വാഴ്ത്തി പാടുന്നു. മാറായി മാധുര്യമാക്കിയവൻ, മരുഭൂവിൽ ജലമൊഴുക്കിയവൻ, സൗഖ്യം നൽകും യഹോവയവൻ, മാറായി മാധുര്യമാക്കിയവൻ, മരുഭൂവിൽ ജലമൊഴുക്കിയവൻ, സൗഖ്യം നൽകും യഹോവയവൻ, സ്തുതിയും സ്തോത്രവും അവനുള്ളതേ. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവേ നിൻ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു ഞങ്ങൾ, വാഴ്ത്തി പാടുന്നു. സ്തുതികളിൽ യെരിഹോ മതിലുകളാം പ്രതിബന്ധങ്ങൾ തകരുന്നു, സ്തുതികളിനാൽ കൃപ പെരുകുന്നു. സ്തുതികളിൽ യെരിഹോ മതിലുകളാം പ്രതിബന്ധങ്ങൾ തകരുന്നു, സ്തുതികളിനാൽ കൃപ പെരുകുന്നു. സ്തുതിക്കാം സ്തുതിക്കാം സ്തുതി പാടാം. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവേ നിൻ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു ഞങ്ങൾ, വാഴ്ത്തി പാടുന്നു. അതിശയ സ്നേഹത്താൽ അനുദിനവും അനുഭവിച്ചറിയും തൻ ഗുണഗണങ്ങൾ, മഹത്വത്തിനും തന്റെ പുകഴ്ചയ്ക്കുമായി അതിശയ സ്നേഹത്താൽ അനുദിനവും അനുഭവിച്ചറിയും തൻ ഗുണഗണങ്ങൾ, മഹത്വത്തിനും തന്റെ പുകഴ്ചയ്ക്കുമായി പരിമളധൂപം പോലുയർത്തുക
യഹോവയാമേൻ ദൈവമേ, കർത്താവേ നിൻ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു, ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. താങ്ക് യു. എന്റെ ഭക്തൻ വിലപ്പെട്ടദാസനെ ഒഹായോ സിറ്റിയിൽ നിന്നും പാസ്റ്റർ ടോമി ജോസഫിനെ ക്ഷണിക്കുന്ന നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ കർത്താവ് ഒരുക്കി തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മളെ പരിപാലിക്കുന്ന കൃപകളെ നമുക്ക് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥന. എന്നാൽ ഇന്ന് നമ്മൾ ഈ കാലയളവിൽ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ പ്രാർത്ഥന കൂടാതെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും കൂടെയുണ്ട്. പ്രാർത്ഥനയ്ക്കായി നമ്മൾ കൂടുതൽ സമയങ്ങൾ ചെലവിടുന്നു. പ്രാർത്ഥനയോടെ യഥാർത്ഥമായ ഹൃദയനുറുക്കത്തോടെയുള്ള നിലവിളി, അപേക്ഷ, പക്ഷപാതം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലിയ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കതിൻ്റെ യഥാർത്ഥമായ ചിലപ്പോൾ അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും വലിയൊരു പ്രശ്നത്തിൻ്റെ സമയത്താണ് നമ്മൾ ആയിരിക്കുന്നെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില്, ഈ രാജ്യത്തിലൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷൻ നമുക്കുള്ളത് കൊണ്ടാണ് അതിനെ നമുക്ക് വലുതായി കാണുവാൻ കഴിയാത്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കെല്ലാം ഈസിയായി പലതും നമുക്ക് അനുഭവിക്കുവാനിടയാകുന്നു. അത് ദൈവത്തിന്റെ ഒരു കരുതലാണ്. എന്നാൽ അതേസമയം തന്നെ വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും അതിന് തക്കതായ നിലയിൽ ദൈവം മുമ്പാകെ കടന്നു ചെന്ന് നാം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു നല്ല സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അത് തീരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ. ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യന്റെ, ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഭയങ്കരമായ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയാണ്. ഈ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിൽ ലോകം പ്രൈസ് ദി ലോർഡ് പുച്ഛിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ശത്രുവായും കൊണ്ടുവരികയാണ്. പക്ഷെങ്കിൽ ഈ രാജ്യം തകരാതെ വണ്ണം ദൈവത്തിനെ സൂക്ഷിക്കും, അതിന് സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വിചാരിക്കും പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടിയില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവമക്കളെ മറുപടി ഉണ്ട്. ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന സമയങ്ങളിൽ കൃപയാൽ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളിപ്പോൾ കാണുന്ന പ്രശ്നം വലുതായി തോന്നിയാലും ഇതിന്റെ 100 ഇരട്ടി വലുതായി നമ്മൾ കാണേണ്ട സ്ഥാനത്ത് നമ്മുടെ പ്രാർത്ഥനകളാണ് അതിനെ ലഘൂകരിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പലതും വലിയ കാര്യങ്ങളാണ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ അണിനിരന്ന് വരുന്നത്. പക്ഷെങ്കിൽ ഇതിന്റെ 100 ഇരട്ടി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കാണേണ്ടതും നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടതുമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാമായിരുന്നത് ദൈവത്തിന്റെ സന്നിധി കടന്ന് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെ ലഘൂകരിച്ച് അതിനെ ചെറുതാക്കി അതിനെ നമ്മുടെ അടുത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് ദൈവമക്കൾ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കുറയാതെ ദൈവത്തിലുള്ള ആശ്രയം മുമ്പോട്ട് നീട്ടി അത് ദീർഘമാക്കി അത് വർദ്ധിപ്പിച്ച് ദൈവത്തിൽ തന്നെ ചാരിക. ദൈവം നമ്മളെ തന്റെ ജനത്തെ വഹിപ്പാൻ നടത്താൻ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഇന്ന് രാത്രിയിൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈൻ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസൻ പ്രിയാനി കുഞ്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എൻ്റെ ദാസനെയും ദാസിയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസന് കൂടെ ചെയ്യുന്ന എല്ലാ വേലകളും ശുശ്രൂഷകളും അനുഗ്രഹമാക്കട്ടെ. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഈ ലൈന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദേവദാസൻ പ്രിയ സാക് ബ്രദറിനെയും എൻ്റെ ദാസിയെയും മാതാവിനെയും കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസൻ വളരെ ആത്മാർത്ഥമായി ഈ കർത്താവിന്റെ വേല ചെയ്യുന്നത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊക്കെ വളരെ അനുഗ്രഹമായി തരുവാൻ ഈ പ്രളയം അനേകർക്ക് അനുഗ്രഹമായി തരുവാൻ ദൈവം സഹായിക്കുന്നു. വീണ്ടും ഇത് വിശാലതയിലേക്ക് കൊണ്ടുവരട്ടെ. ഇത് അനുഗ്രഹമായി തീരട്ടെ. ഇതിന്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് ഇവർ പ്രവർത്തിക്കുമ്പോൾ ദൈവർക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുവാനിടയാകട്ടെ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായ ഹൃദയത്തെ സ്പർശിക്കുന്ന പാട്ടാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
പാട്ടിൽ കൂടെ നമ്മളോട് ദൈവം സംസാരിച്ചല്ലോ. പ്രിയ ദാസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപകൾ വീണ്ടും കൊടുത്ത് അനേക സ്ഥലങ്ങളിൽ പാടുവാനും അനേകർക്ക് ആശ്വാസമായി ദൈവത്തിന്റെ മഹത്വമായി തിരുവാനും വീണ്ടും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച പ്രിയ ദൈവദാസിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനിടയായല്ലോ. എൻ്റെ ദാസി ആമേൻ ഹൃദയ നൃക്കത്തോടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾ സ്വർഗം കേട്ട് വലിയ ചെയ്യട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും ഈ പ്രയർ ലൈൻ ആമേൻ നമുക്ക് വളരെ അനുഗ്രഹമായി തീരുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഏവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്ന എല്ലാ വിലപ്പെട്ട ദൈവദാസന്മാർ, ദൈവദാസിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ആമേൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എൻ്റെ സ്നേഹവും എൻ്റെ വന്ദനവും ആമേൻ ഹല്ലേലൂയ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് കൃപ തരുന്നല്ലോ. വലിയവനായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ കഴുകി കുഞ്ഞാട് രക്തക്കുടൽ മറയ്ക്കണമേ. പുതിയ ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണം. അടിയനെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി സംസാരിപ്പാൻ കൃപ ചെയ്യണമേ. ലൈനിലടി ഞങ്ങളുടെ പ്രിയദാസൻ അനുകുച്ചാനെയും ഈ ലൈന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാക്തറിനെയും അതുപോലെ തന്നെ പാടിയ പ്രാർത്ഥിച്ച വചനം വായിച്ചിരുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ പ്രിയപ്പെട്ടവരെയും കർത്താവെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചാട്ടെ. കൃപ ചെയ്യണം. മഹത്വം കൊടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അത് ഒരലങ്കാരികമായ ഒരു പദപ്രയോഗമാണ്, അല്ലെങ്കിൽ ഒരു ചിത്രീകരണമാണ്. ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗോത്രങ്ങളിൽ നിന്ന് ഒരു കൂട്ടത്തെ കർത്താവ് എടുക്കുകയാണ്. ഏലിയാവിനെ എടുത്തതുപോലെ, ഹാനോക്കിനെ എടുത്തതുപോലെ സഭ കർത്താവിന്റെ വരവെങ്കിൽ സഭ എടുക്കപ്പെടുന്നത് പോലെ ഒരു കൂട്ടത്തെ എടുക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവജനത്തെ ഇവിടെ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു സംശയമാണ്. ഇതെങ്ങനെയാ സാധിക്കുന്നത്? ദൈവജനം ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഒരു സത്യമായ കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഏലിയാവിനെ ഭൂമിയിൽ നിന്ന് ദൈവം എടുത്തു, ഹാനോക്കിനെ ദൈവം എടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇനി സംഭവിക്കുവാനിരിക്കുന്ന കാര്യം, ദൈവസഭ കർത്താവിന്റെ വരവെങ്കിൽ മരിക്കാതിരിക്കുന്ന വിശുദ്ധന്മാര് അവര് രൂപാന്തരപ്പെട്ട് അവരും എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് വചനം. വേറെ സുവിശേഷതയിൽ പറയുന്ന അവനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ 2 സാക്ഷികൾ എടുക്കപ്പെടുന്നു. എന്താണെങ്കിലും മരിക്കാതെ എടുക്കപ്പെടുന്ന പ്രൈസ് ദി ലോർഡ് 144,000, അല്ലെങ്കിൽ അതിന് പുറകിലായിട്ട് ദൈവസഭ, അല്ലെങ്കിൽ ഏലിയാവ്, അല്ലെങ്കിൽ ഹാനോക്ക്, ഇങ്ങനെ, അല്ലെങ്കിൽ ഹാനോക്ക്, ഏലിയാവ്, ദൈവസഭ, അതായത് കൃപായുഗത്തിലെ ദൈവസഭ, അല്ലെങ്കിൽ മഹോദരവ സമയത്തെ 144,000 ഇവര് ഇങ്ങനെ മരിക്കാതെ എടുക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ച കാര്യമാണെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. സഭ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു ചിത്രീകരണമാണ് കാണിക്കുന്നത്. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പോലെ ആ കുഞ്ഞിനെ തിന്നുകളയുവാൻ മഹാസർപ്പം ശ്രമിക്കുമ്പോൾ അതിനെ
തൊടുന്നതിനിപ്പുറം തന്നെ, അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നതിനിപ്പുറം തന്നെ ആ കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കുകയാണ്. അത് 144,000 എടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞത് വീണ്ടും ഇത് ഓർപ്പിക്കുന്നത്, ഇത്രയും പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി അവിടുന്ന് നടന്നപ്പോൾ കുട്ടി അവിടെ എടുത്തു, പക്ഷെ കുട്ടിയെ പ്രസവിച്ച സ്ത്രീ അവിടെ ശേഷിക്കുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം 144,000 അമേൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12,000 വെച്ച് 144,000 എടുത്തു കഴിഞ്ഞപ്പോൾ അവരെ പിടിക്കാൻ കഴിയാതെ, അവരെ പിടിച്ച് തകർക്കുവാൻ, ആ യാത്ര ഒഴിവാക്കുവാൻ സാത്താൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ അതിവേഗത്തിൽ സാത്താന്റെ വർക്കിനേക്കാൾ, ചലനത്തെക്കാൾ, പ്രവൃത്തിയേക്കാൾ അതിവേഗത്തിൽ ദൈവം ആ ജനത്തെ അമേൻ സ്വർഗീയ തലങ്ങളിലേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ പരിശ്രമം പരാജയപ്പെട്ടു. അവൻ ദുഃഖിതനായി, ലജ്ജിതനായി, അവന്റെ ദുഷ്ടന്റെ ആശ നശിച്ചു പോകുമെന്ന് പറഞ്ഞതുപോലെ ദുഷ്ടന്റെ ആശ നശിക്കുവാനിടയായി. അപ്പോൾ ഈ സംഭവം സാത്താനെ വളരെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്, അവനെ വളരെ രോഷാകുലനാക്കുകയാണ്, അവനെ വളരെ ഒന്നുകൂടെ ക്രൂരമായ നിലയിലേക്ക് അവന് തിരിയുകയാണ്. ഒന്നാമതേ സാത്താൻ ക്രൂരമായ ഒരുത്തനാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, അവന് അറുപ്പാനും പിടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നവനാണ് സാത്താൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ശേഷിപ്പുള്ള ഇസ്രായേലിനെ നോക്കൂ, അതൊരു വലിയൊരു ഭയങ്കരമായ ഒരു സംഭവമാണ്. ഞാനത് വീണ്ടും വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. 144,000 എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ശേഷിപ്പുള്ള യഹൂദൻ, അത് പിന്നെ ഇവന്റെ കയ്യിൽ, ഈ സാത്താന്റെ കൈ കിട്ടുകയാണ്. ആമേൻ. അവരെ ഭൂമിയിൽ തന്നെ നിലകൊള്ളുകയാണ്. അവരെ ഉപദ്രവിക്കുവാനുള്ള സാത്താന്റെ ഏറ്റവും വലിയ ടെക്നിക്ക്, അവന്റെ താല്പര്യം, അവന്റെ ഇഷ്ടം, അവന്റെ പദ്ധതി, അവന്റെ പ്ലാന്, അവനതെല്ലാം ഉന്നയിച്ചുകൊണ്ട് അതിവേഗത്തിൽ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ സ്ത്രീയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ എടുക്കപ്പെട്ട യഹൂദ ഗോത്രങ്ങളിൽ നിന്നുള്ള വിശുദ്ധന്മാർ എടുക്കപ്പെട്ടതിന് ശേഷം ശേഷിപ്പുള്ള ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ യഹൂദ ജനത്തെ ആമേൻ സാത്താൻ ഉപദ്രവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ്. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പേടിക്കാനുള്ള കാര്യമല്ല. യഹൂദന്മാരിൽ നിന്ന് 144,000 എടുത്തു കഴിഞ്ഞ് ശേഷിപ്പുള്ള വലിയ കൂട്ടം യഹൂദന്മാരുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ന് ഒത്തിരി യഹൂദന്മാർ, ഒത്തിരി ഇസ്രായേലുണ്ട്. ഇപ്പോൾ കർത്താവ് വന്ന് സഭ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 7 വർഷത്തിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് 144,000 എടുക്കുന്നത്. അപ്പോഴത്തേക്ക് യഹൂദന്മാരുടെ ജനസംഖ്യ, പോപ്പുലേഷൻ, അതിന്റെ നമ്പർ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോഴും അവിടെ ഇവിടെയുമായി വിവിധ രാജ്യങ്ങളിൽ യഹൂദൻ ഇപ്പോഴും ചെതറിക്കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അവിടെ എത്തിയിട്ടില്ല. എല്ലാവരും അവിടെ എത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പോകുവാനുള്ള ആഗ്രഹമുണ്ട്. ചില ജനറേഷൻ, ചില യൗവനക്കാരായിരിക്കുന്ന ആളുകൾക്കൊന്നും അതാത് രാജ്യങ്ങളിലെ സംസ്കാരം പഠിച്ചതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്തവരുണ്ട്. പക്ഷെങ്കിൽ യഹൂദന്റെ ഉള്ളിലെ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രാജ്യത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണമെന്നുള്ളതാണ് അവന്റെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോയിൽ ഞാൻ കാണുവാനിടയായി. കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന, കേരളത്തിൽ കൊച്ചിയിലുണ്ടായിരുന്ന യഹൂദന്മാർ അവിടെ ചെന്ന് കുറെ വർഷങ്ങൾ ആയിട്ട് അവരുടെ ദേശത്തേക്ക് പോയിട്ട് വീണ്ടും ഒരു മടങ്ങി കൊച്ചി വന്നു കഴിഞ്ഞ് പണ്ടത്തെ സ്നേഹിതരോടൊക്കെ മലയാളത്തിൽ സംസാരിക്കുന്ന സംഭവം കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ AD 70 യഹൂദൻ ചെതറിപ്പോയ ഒരു സമയമുണ്ട്. ആ യഹൂദൻ ചെതറിപ്പോയ സമയത്ത് അവൻ വിവിധ രാജ്യങ്ങളിലേക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവൻ ചെതറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ആ ചെതറിപ്പോയ പോക്ക് ഇങ്ങനെ പലയിടങ്ങളിൽ ഇങ്ങനെ ചെതറി ജനങ്ങൾ എല്ലായിടത്തും വിത്ത് വിതയ്ക്കുന്നത് പോലെ ലോകത്തിലേക്ക് ഇവരെ വിതയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു സമയത്ത് ഇവരെ തിരിച്ചു വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ ദൈവം അത് രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയതാണ്. ഇപ്പൊ ഇവിടെ 144,000 ദൈവം സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് എടുക്കുകയാണ്. പിന്നെ ശേഷിപ്പുള്ളവർ ഭൂമിയിലാണ്. അപ്പോൾ ഇവരെ ഉപദ്രവിക്കുക. ഇതാണ് സാത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത്. മഹോദ്രവ സമയത്ത് അവന്റെ ഏറ്റവും വലിയ ഉപദ്രവത്തിനുള്ള ലക്ഷ്യമിടുന്നത് യഹൂദനെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിന്റെ പുറകിൽ ഞാൻ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ശേഷിപ്പുള്ള ബിലീവേഴ്സ്, ദൈവത്തിന് സ്തോത്രം, നമ്മൾ വളരെ അറിയണം, പേടിക്കാനല്ല, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കൃപായുഗത്തിൽ
ദൈവസഭ ആരൊക്കെ എടുക്കപ്പെടുമെന്നുള്ളത് കറക്റ്റായിട്ട് ദൈവത്തിന് അറിയാം. നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി തയ്യാറായി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശേഷിപ്പുള്ള ബിലീവേഴ്സ് ഈ 144,000 എടുക്കപ്പെട്ട് കഴിഞ്ഞ് ശേഷിച്ചിരിക്കുന്ന യഹൂദന്മാർക്കുള്ള ഉപദ്രവം പോലെ ഇവർക്ക് ഉപദ്രവം കിട്ടും. പ്രൈസ് ദി ലോർഡ്. കാരണം അവര് പുതിയ യെരൂശലേമാണ്, പുതിയ യഹൂദനാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ അത് കാക്കേണ്ട രീതിയിൽ കാത്ത് ജീവിതത്തെ സൂക്ഷിച്ച്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്ത്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിന് വേണ്ടി നിന്ന് ആത്മാർത്ഥമായി ആ ബന്ധം, ദൈവമായിട്ടുള്ള ആ നല്ല ബന്ധം, ആ ശ്രേഷ്ഠകരമായ ബന്ധം പുലർത്തി ആ ദൈവത്തെ സ്നേഹിച്ചവർ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ വിശ്വാസ ജീവിതം ഒരു നിസ്സാരമായി കരുതി ഇതൊക്കെ ഒരു കെട്ടുകഥയാണ്, കടങ്കഥയാണ്, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ്. നമ്മൾ ഈ 150, 200, 300 കിലോ ഒക്കെ ഉള്ള ഈ ശരീരങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് എങ്ങനെയാ പൊങ്ങിപ്പോകുന്നത്? മരിച്ചു കിടക്കുന്ന കല്ലറകളൊക്കെ എങ്ങനെയാണ് തുറക്കുന്നത്? ആ മണ്ണിൽ അഴുകിച്ചേർന്നതും തീക്കകത്ത് ചാരമായി തീർന്നതും ആകാശത്തിൽ വെച്ച് പൊലിഞ്ഞു പോയതും സമുദ്രത്തിൽ വീണ് പക്ഷികൾ തിന്നതും കാട്ടിൽ മൃഗങ്ങൾ തിന്നതും ഇങ്ങനെയുള്ള ശരീരങ്ങളൊക്കെ കാലങ്ങളായി മണ്ണിൽ ലയിച്ചു ചേർന്ന് അസ്ഥികളോ അതിന്റെ ഒരു പൊടി പോലും ഇല്ലാതെ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ശരീരങ്ങൾ ഉയർക്കുമോ? ഈ ഒരു ചോദ്യം മനുഷ്യരിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ മക്കളിൽ അങ്ങനെ ഒരു സംശയം ഒരിക്കലും ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്ന ആളുകൾ രൂപാന്തരപ്പെടുകയും ഏതവസ്ഥയിൽ ഏത് കാലഘട്ടത്തിൽ മണ്ണിൽ ലയിച്ചതോ ചാരമായതോ ഇനി അവരുടെ അവശിഷ്ടങ്ങൾ ഒന്നും ശേഷിക്കാത്തതുമായ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ കിട്ടുവാൻ കഴിയാത്ത രീതിയിൽ ആയിത്തീർന്നെങ്കിലും കാഹളശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം. ദൈവജനമേ, ഈ ശരീരങ്ങളെയൊക്കെ മടക്കി വിളിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. അങ്ങനെ ആയിരുന്നെങ്കിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും അതെവിടെ ലയിച്ചു ചേർന്നാലും എവിടെ ചാരമായാലും എവിടെ എതിരെ അപ്രത്യക്ഷമായാലും അതിനെ മടക്കിക്കൊണ്ടിരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ റാപ്ചറിൽ ഇത് സംഭവിക്കും. അതുപോലെ തന്നെ എത്ര കിലോ വെയിറ്റ് ഉള്ള വിശുദ്ധനാണെങ്കിലും, ഞാൻ എന്നാള് ഒരിക്കൽ ഇങ്ങനെ കണ്ടു, ഒരു ഭയങ്കരനായ ഒരു മനുഷ്യനെ ദൈവത്തിന് സ്തോത്രം വലിയൊരു ലിഫ്റ്റ് എടുത്ത് ലിഫ്റ്റിനകത്ത് വെച്ച് പൊക്കി ഒരു ഹോയർ ലിഫ്റ്റ് വഴി അങ്ങനെ പോലത്തെ ഒരെണ്ണത്തിനകത്ത് എടുത്ത് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. ഈ മനുഷ്യനെ, ആ മനുഷ്യന്റെ കാലിന്റെ അത്രയേ ഉള്ളൂ, ഏപ്പ് വരെ ഉള്ളൂ മറ്റു മനുഷ്യരൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ. ദൈവത്തിന്റെ സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ആ മനുഷ്യനൊക്കെ കർത്താവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടു. അത് ഏത് രാജ്യക്കാരനാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. സ്നാനപ്പെട്ട് കർത്താവിനോട് നിൽക്കുമ്പോൾ, കർത്താവിന്റെ കാഹളശബ്ദം കേൾക്കുമ്പോൾ ഈ മനുഷ്യനൊക്കെ പ്രൈസ് ദി ലോർഡ് പറന്ന് സ്വർഗത്തിലേക്ക്, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യന്റെ ചിന്തകളാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ് ദൈവത്തിന്. നമ്മൾ റോക്കറ്റുകളൊക്കെ മുകളിലേക്ക് പോകുന്ന കാണുന്നില്ലേ? അടുത്തിടയ്ക്കൊക്കെ പലതും വിക്ഷേപിക്കുകയും പലതൊക്കെ പോകുന്നതും സ്പേസിലേക്ക് പോകുന്നതും സ്പേസിൽ കിടക്കുന്നതിന്റെ അടുത്തേക്ക് വേറെ ഷട്ടിലിൽ ചെന്നിട്ട് ഒരുമിച്ച് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെയുള്ള വിശുദ്ധന്മാരെ എടുക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്പേസ് ഷട്ടിൽ ഒന്നും അല്ല പോകുന്നത്, അല്ലെങ്കിൽ അവരെ രൂപാന്തരപ്പെട്ടാണ് പോകുന്നത്. ഇതാണ് വലിയൊരു കാര്യം. എന്താണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം? ഇതാണ്, സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ശേഷിപ്പുള്ളവരോടും 144,000 എടുക്കപ്പെട്ടതിന് ശേഷം ശേഷിപ്പുള്ള യഹൂദനോടും ഇവിടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ജാതികൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ, ഭാഷകളിൽ നിന്ന് വന്ന കൃപായുഗത്തിലെ ശേഷിപ്പിനോടും പ്രൈസ് ദി ലോർഡ്. അതേ മഹോദ്രവത്തിലെ 144,000 എടുക്കപ്പെട്ടതിന് ശേഷം ശേഷിപ്പ് വരുന്ന യഹൂദനോടും ഭയങ്കരമായ കഠിനമായ ക്രോധവും രോഷവും ഭീകരമായ രീതിയിലുള്ള ഉപദ്രവവും അവർക്ക് കൊടുക്കുവാനിടയായി തീരും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സമയം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ലെഫ്റ്റ് ബിഹൈൻഡ്, പ്രൈസ് ദി ലോർഡ്. അതായത് കർത്താവ് തന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ശേഷിപ്പുള്ള ആളുകൾ. ദൈവത്തിന് സ്തോത്രം. പിന്നെ റാപ്ചർ, ഇങ്ങനെയുള്ള ഓരോ സ്തോത്രം ഹെഡിങ്ങുകളിൽ ഇങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം. ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം മിച്ചം വരുന്ന ആളുകൾക്ക് ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാകും. കാരണം സാത്താൻ അറിയാം, ഓൾറെഡി ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്, പിന്നാലെ നടന്നവരാണ്. ഇടയ്ക്ക് അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി, അവരുടെ ദൈവത്തിന് സ്തോത്രം ചിന്താഗതികൾ മാറി, വിശ്വാസ ജീവിതത്തെ ഒരു നിസ്സാരമായി തള്ളി, കർത്താവിനെയൊക്കെ കാണേണ്ട രീതി കാണാതെ ദൈവത്തിന് സ്തോത്രം വഴിമാറിപ്പോയ
അനേകര് ആമേൻ സ്തോത്രം ഒരുപക്ഷെ ഞാൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഒരാളങ്ങനെ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ദുഃഖകരമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എന്താണെങ്കിലും തീർച്ചയായും ഒരു കാര്യമാണ്, ആരെങ്കിലും ശേഷിച്ചാൽ അവർക്ക് അതികഠിനമായ ഉത്തരവ് ഏൽക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അവർക്ക് രക്ഷ പ്രാപിപ്പാനുള്ളൊരു മാർഗം അത് എത്രമാത്രം വിജയപ്രദമാകും നമുക്കറിയത്തില്ല. ഞാൻ നേരത്തെ പ്രാരംഭ സമയങ്ങളിൽ പലപ്പോഴും ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, അവർക്ക് രക്തസാക്ഷികളായാൽ ആമേൻ അങ്ങനെ ഒരു സാധ്യതയാണ് ആമേൻ വിശുദ്ധന്മാരുടെ ശേഷിപ്പുള്ളവർക്കും എടുക്കപ്പെട്ടതിന് ശേഷം ശേഷിപ്പുള്ള യഹൂദനും രക്ഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ഒരു മാർഗം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഈ കൃപായുഗത്തിൽ രക്ഷയ്ക്ക് നമ്മൾ വലിയ വിലയൊന്നും കൊടുക്കണ്ട. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ രക്ഷ ദൈവത്തിന്റെ ദാനമായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ ക്രൂശിൽ കയറി മരിക്കണ്ട, നമ്മുടെ രക്തസാക്ഷികളാകണ്ട. പിന്നെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ രക്തസാക്ഷി മരണം നമുക്കറിയാമല്ലോ. ആമേന്റെ സ്തോത്രം. കർത്താവ് ഇവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം കർത്താവിന്റെ ശിഷ്യന്മാര് എല്ലാവരും, യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും രക്തസാക്ഷികളായി. അവരത്ര ഭയങ്കര തീവ്രമായ ആ യേശുവിന്റെ മരണടക്കം ഉയർപ്പും യേശു കർത്താവിനോടുകൂടെ കൂടെ നടന്നതുകൊണ്ടും ആമേൻ ഹല്ലേലൂയ, അവർക്ക് അതിന്റെ സത്യം മനസ്സിലായതുകൊണ്ട് അവർക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു. അതുകൊണ്ട് അവരിഷ്ടപ്പെട്ടത് രക്തസാക്ഷി മരണമായിരുന്നു. കാരണം അവർക്കറിയാം സിമ്പിളായിട്ടുള്ളൊരു മരണം അല്ലെങ്കിൽ അങ്ങനെ പോയാൽ ഞങ്ങൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള മാക്സിമം പ്രതിഫലവും സ്വർഗീയ അംഗീകാരങ്ങളും അവിടെ കിട്ടുമ്പോൾ കിട്ടാനുള്ള ആമേൻ ഹല്ലേലൂയ ക്രൗണുകളും അല്ലെങ്കിൽ കിരീടങ്ങളും മുത്തുകളും തേജസ്സുകളും പ്രതിഫലങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ചെറിയ സാധാരണ മരണം കിട്ടിയാൽ പോരാ എന്നുള്ള ദൈവത്തിന് സ്തോത്രം ചിന്തയായിരുന്നു അന്നത്തെ അപ്പോസ്തലന്മാർക്ക്. ഈവൻ പൗലോസിന്റെ വാക്കുകളിൽ കൂടെ പൗലോസ് പറയുന്നത് എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളൊരു നല്ല പുനരുത്ഥാനം പ്രാപിക്കാനാണ് പൗലോസ് ആഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ചില ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, ഇച്ചിരി പ്രാർത്ഥിക്കുന്ന കൂടിപ്പോയ കുഴപ്പമാണ്. നമ്മുടെ യോഗങ്ങൾക്കൊക്കെ ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് കൂടെ പ്രസംഗം കൂടിപ്പോയ അതൊരു കുഴപ്പം, നമ്മുടെ സാക്ഷ്യം ഒന്ന് കൂടിപ്പോയ കുഴപ്പം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൂട്ടായ്മകൾ ഒരാഴ്ച 2 മീറ്റിംഗ് ഒക്കെ പോരെ, എന്തിനായി 3-5 മീറ്റിംഗ്? അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഇതുണ്ട്. നമുക്കാകാവുന്നിടത്തോളം കർത്താവ് എല്ലാം നോക്കുന്നുണ്ട്. മേലെങ്കിൽ നമുക്ക് കഴിയാവുന്നതിന് അപ്പുറമായിട്ട് കൂടാൻ പറ്റത്തില്ലെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ ഒന്നും നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. എത്ര കൂടിയെന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങൾ അത് നമുക്ക് എപ്പോഴും അനുഗ്രഹമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചിലപ്പോൾ പങ്കുചേരാൻ പറ്റിയില്ലെങ്കിലും പൊതുവായിട്ട് ഞാൻ പറയുകയാണ്, ആഗോള വ്യാപകമായിട്ടുള്ള സാർവത്രിക സഭ ഈ ഭൂമിയിൽ നിന്ന് നിലനിൽക്കുകയാണ്. ഈ സഭയോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാരുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവസഭകൾ എത്രമാത്രം ശുശ്രൂഷകര് ആത്മാർത്ഥമായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നുവോ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അതിനോട് യോജിച്ചു പോവുക. നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ സംബന്ധിക്കാൻ സമയമില്ലായിരിക്കും, സാഹചര്യം ഇല്ലെന്നോർത്ത് നമ്മൾ വീട്ടിൽ ഇരുന്നാണേലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കാരണം അത് നടക്കുന്നത്, നമ്മുടെ സഭയിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. അത് ദൈവമക്കളുടെ ഉൽപ്രാവണത്തിന് വളരെ ഫലപ്രദമായി തീരുന്ന അനുകൂലമായ പരിതസ്ഥിതികളെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരുക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ദാസന്മാരെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്നത്, അവർക്ക് ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവസഭ വളരേണ്ട രീതിയിൽ വളർത്തി, ദൈവമക്കളെ വളർത്തി അവരെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. റിബെക്കയെ അതേ ആ എലിയാസർ ആമേൻ ദൈവത്തിന്റെ സ്തോത്രം ഇസഹാക്കിന്റെ അടുത്ത് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കി ദൈവത്തിന് സ്തോത്രം ദൈവത്തനായ ക്രിസ്തുവിന്റെ അരികിലേക്ക് എത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പം സഭ വളരെ ശക്തമായി പോകട്ടെ. ഞാൻ പറഞ്ഞതിതാണ്, ഇന്ന് ദൈവസഭ എത്രമാത്രം ശ്രേഷ്ഠകരമായി പോകുന്നു, നാം അതിനോട് ചേർന്ന് നമ്മൾ ഉത്സാഹികളായി നിന്നോണം. കാരണം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. അതിനുള്ള ആ അഷുറൻസിൽ, അതിനുള്ള ആ ഉറപ്പിൽ തന്നെ നമ്മൾ നിന്നോണം. അതായിരിക്കണം നമ്മുടെ കോൺഫിഡൻസ്, അതായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ വളരെ ഉത്സുകരായി തീർന്നോണം. കാരണം ഇത് ചെറിയ കാര്യമാണെന്ന് ഓർക്കരുത്. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്, ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം നോക്കൂ, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുമിച്ച് അണിനിരക്കുന്നത്. ആമേൻ. കർത്താവിന്റെ വരവിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ ഇനി ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചായിരുന്നു, ഇത്ര വലിയ ഈ മഹാമാരി ഇവിടെ വന്നിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വീടുകളിൽ ഭയഭക്തിയോടുകൂടെ ദൈവത്തോട് അടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല, ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പോകണം. പെട്ടെന്ന് ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ
കർത്താവിന്റെ വരവെങ്കിൽ വിശ്വാസം പലരിലും തണുത്തു പോകുന്ന, അല്ലെങ്കിൽ വിശ്വാസം ദൈവവിഷയമായിട്ടുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്ന, വചനത്തിലും ദൈവത്തിനുമുള്ള വിശ്വാസം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വിശ്വാസം കുറഞ്ഞുപോയി തണുത്തു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും, പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും റാപ്ചർ നടക്കുന്നത്. അത് നമുക്കൊരു സൂചന നൽകുന്ന ഒരു കാര്യമാണ് ആ വാക്യത്തിൽ നിന്ന്. പക്ഷെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായി വന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ ഒരു സ്ഥിരം പ്രശ്നമാണല്ലോ എന്ന് ചിന്തിച്ച് പ്രാർത്ഥനയും കുറഞ്ഞ് വിശ്വാസവും കുറഞ്ഞ്, ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ ലൈനുകളിലൊക്കെയുള്ള പ്രാർത്ഥന ചർച്ചകളിലൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എല്ലാവർക്കും ഭയങ്കരമായ പ്രാർത്ഥനയും കരച്ചിലും നിലവിളിയും അടുപ്പമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിന്റെ വീര്യമൊക്കെ ഒന്ന് കെട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ലൈനുകളിൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ആമേൻ, സ്തോത്രം. കാരണം മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ഞാനൊരു ജസ്റ്റ് ഒരു ഇത് പറയുകയാണ്, ചില സ്ഥലങ്ങളിൽ ചിലർക്ക് സ്ഥിരമായ വിശ്വാസമുണ്ട്, സ്ഥിരമായ പ്രാർത്ഥനയുണ്ട്. പെട്ടെന്നൊരു വിഷയം കാണുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് തീരുമ്പോൾ ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ളവരല്ല, സ്ഥിരമായ ദൈവിക ബന്ധമുള്ളവരുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥനാ കാര്യങ്ങൾ കൂട്ടായ്മകളൊക്കെ പെട്ടെന്നൊരു കാര്യം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരും കൂടും. അതൊരു ശമിച്ചെന്ന് കാണുമ്പോൾ പിന്നെ അവരെ കാണത്തില്ല. അങ്ങനെ ഒരു വിശ്വാസമാകാതെ നിരന്തരമായ ഒരു സ്ഥിരമായ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പോലെ ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതെ, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു വന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, സഭ ദൈവത്തിന് സ്തോത്രം എടുക്കപ്പെടുന്നതിന് ശേഷം ശേഷിപ്പുള്ളവരോട് ക്രൂരമായ പീഡ ആമേൻ ഈ സാത്താൻ ആമേൻ ചെയ്യുവാനിടയാകും, കൊടുക്കുവാനിടയാകും. രണ്ട്, അതിലും ക്രൂരമായ പീഡ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദനാണ് കൊടുക്കുന്നത്. കാരണം യഹൂദന് ശരിയായ കഷ്ടത കൊടുക്കും. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. കാരണം യഹൂദനിൽ നിന്നാണ് നമ്മുടെ കർത്താവ് ജനിച്ചു വീണത്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ട്, യഹൂദന് ഒരിക്കലും ഒരാത്മരക്ഷ പ്രാപിക്കരുത് എന്നുള്ളത് ആമേൻ ഈ സാത്താന്റെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മളൊക്കെ ജാതികളായിരുന്നു, ജാതികളിൽ നിന്നാണ് നമ്മൾ വന്നത്. യഹൂദന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വെച്ച് കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്രം, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് പേര് മാറ്റി ആമേൻ ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. യാക്കോബിന്റെ മകനായ യോസഫ് മിസ്രൈമിൽ പോയി. ദൈവത്തിന് സ്തോത്രം. പിന്നെ ക്ഷാമം ദേശം ലോകം മുഴുവൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കനാനിലേക്ക് യാക്കോബും സന്തതികളും, സന്തതികളൊക്കെ ആദ്യം അവിടെ ഒറ്റുനോക്കാൻ ചെന്നതുപോലൊക്കെ ചെന്നു. പല പ്രാവശ്യം ചെന്നു പോയി വന്നു. യാക്കോബിനെ അവിടെ കൊണ്ടുചെന്നു. യാക്കോബിന്റെ മുഖം പിന്നെയും ചൈതന്യപ്പെട്ട് യോസഫ് ജീവിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ കാര്യം രഥങ്ങൾ കണ്ടപ്പോൾ ആ യോസഫിന്റെ അടുത്തേക്ക് യാക്കോബ് ചെന്നപ്പോൾ യാക്കോബിന് ആമേൻ അളക്കുവാൻ കഴിയാത്ത അതിസന്തോഷത്തിലേക്ക് യാക്കോബ് മാറി. ആമേൻ, സ്തോത്രം. ആ ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. ആ യോസഫിന്റെ ആ മിസ്രൈമിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്ന് ദൈവത്തിന് സ്തോത്രം യാക്കോബും മക്കളും ഗോശൻ ദേശത്ത് പാർക്കുകയും യോസഫിനെ കൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം യാക്കോബിന്റെ മറ്റു മക്കൾക്ക് അവിടെ ജോലി കൊടുക്കുകയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി മർമ്മങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ആ ജനത്തിന്റെ ചരിത്രം നോക്കൂ. അവരവിടെ വളർന്നു പെരുകി 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 ആണുങ്ങൾ തന്നെ 6 ലക്ഷമായി. യോസഫിനെ അറിയാത്ത ഫറവോൻ വന്നു. യോസഫിന്റെ കാലം കഴിഞ്ഞു. യോസഫിന്റെ അസ്ഥികൾ മാത്രം മിസ്രൈമിൽ വിശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ ചരിത്രം ഇങ്ങനെ നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ യഹൂദന് ഭയങ്കര ഒരു ചരിത്രം കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ അവനെന്റെ ആദിജാതൻ, അവനെ വിട്ടയക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ വെറും ആമേൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറഞ്ഞു കിടക്കുന്ന ആളുകൾ മാത്രമായിരുന്നു. അന്ന് ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ചരിത്രം പൂർവ്വകാലങ്ങളിൽ തൊട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ നമുക്ക് വേറൊരു ചരിത്രം കിടപ്പുണ്ട്. എന്താണെന്നറിയാം? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ കുഞ്ഞാടിൽ ദൈവം നമ്മളെ കണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത് വേറൊരു ചരിത്രമാണ്. ആ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്റെ ചരിത്രത്തിന് അപ്പുറത്തെ ചരിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ നോക്കൂ, മാനുഷികമായി നോക്കുകയാണെങ്കിൽ, ഭൗമിക നിലകൾ കൂടെ നോക്കുകയാണെങ്കിൽ, ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളിൽ ചരിത്രം ഭൂമിയിൽ യഹൂദനാണുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ യഹൂദൻ ഇങ്ങനെ വന്ന് അനേക പീഡകൾ കൂടെയൊക്കെ കടന്ന്, ഹോളികോസ്റ്റ് ആമേൻ പല പീഡകൾ കൂടെ കടന്ന് യഹൂദൻ ഇതാ ദൈവത്തിന് സ്തോത്രം രാജ്യമൊക്കെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. അവരിപ്പോൾ വളരെ ശക്തരായി തീർന്നിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു പീഡയിലേക്ക് അവർ കടന്നു പോകും. ഇന്നത്തെ നിലകൾക്കൊക്കെ മാറ്റം വരും. ദൈവത്തിന് സ്തോത്രം. അവർ വലിയ പീഡയിലേക്ക് കടന്നു പോവുകയും ഈ യഹൂദൻ AD 70 എങ്ങനെ ചിതറിപ്പോയോ ദൈവത്തിന് സ്തോത്രം അതുപോലെ തന്നെ നോക്കൂ. ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യം ഇവിടെ വായിച്ചല്ലോ. എന്താണ്?
ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ സാത്താനെ അവിടുന്ന് തള്ളിയിട്ടതിന്റെയും ഈ ആൺകുട്ടിയെ കിട്ടാത്തതിന്റെയും ഈ ആൺകുട്ടിയെ കിട്ടാത്തതിൻ്റെതുമായ ഈ വൈരാഗ്യം, ദൈവത്തിന് സ്തോത്രം, രണ്ട് വൈരാഗ്യമാണ് സാത്താൻ അവിടെ ഉണ്ടാകുന്നത്. ഒന്ന്, തന്നെ ആ സ്വർഗീയ തലങ്ങളിൽ നിന്ന് വെട്ടി താഴേക്കിട്ട് ഇനി തനിക്ക് മുകളിലോട്ടൊരു പ്രവേശനമില്ല, ഈ ഭൂമിക്കട നടക്കുക. ഇനി ഇതിന്റെ വേറൊരു ആത്മീയ മർമ്മം കൂടെ ഞാൻ പറയാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു പാമ്പിനോട്, നിനക്ക് ഈ ഭൂമിക്കട പറന്ന് നടന്നുകൊണ്ടിരുന്നവനായിരുന്നു അന്ന് പാമ്പ്. അവയെ ആമേൻ ആദത്തിനെയൊക്കെ ദൈവത്തിന് സ്തോത്രം ചതിച്ച സമയത്ത് ഇവൻ എന്തായിരുന്നു? ഇവൻ പറന്ന് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ദൈവം വന്ന് അവയെയും ആദത്തിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പാമ്പിനോട് പറഞ്ഞത്, നീ നിലത്തെ പൊടി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന നിലത്തൂടെയാണ് നിന്റെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അടുത്ത കാലത്ത് ഇങ്ങനെ ഈ പാമ്പുകളെ കുറിച്ച് പാസ്റ്റർ തോമസ് മാമൻ അദ്ദേഹം ഇങ്ങനെ ഈ ലോകത്തിന്റെ പല കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, പറക്കുന്ന പാമ്പുകൾ അത് വീഡിയോയ്ക്കകത്ത് ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പറക്കുന്ന പാമ്പുകൾ. ദൈവത്തിന് സ്തോത്രം. എന്താണെങ്കിലും പറക്കുന്ന പാമ്പ് എത്ര പറന്നെന്ന് പറഞ്ഞാൽ ഇത്രേ പറക്കത്തുള്ളൂ. പക്ഷെ ഇവൻ ഭയങ്കരമായിട്ട് പറന്നുകൊണ്ടിരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവനെ ഭൂമിയിലേക്ക് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ, നോക്കൂ എപ്പോഴാണ് ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവനെ ഭൂമിയിലേക്ക് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഇനി അവൻ ഒരിക്കലും ഗുരുത്വാകർഷണം കൊണ്ടല്ല, അവൻ ഒരിക്കലും ദൈവത്തിന്റെ പ്രത്യേകമായ അതോറിറ്റിയിലും പവറിലും അവനൊരു അല്പം പോലും മുകളിലോട്ട് പൊങ്ങാൻ കഴിയാതെ അവൻ ഭൂമിയിൽ കൂടെ തന്നെ അവൻ നടക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അത്ര ഭയങ്കരമായ ഒരു താഴ്ചയിലേക്കാണ്, ഒരു വീഴ്ചയാണ് ദൈവന് അവൻ കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സാത്താന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാത്താൻ മുകളിൽ നിന്ന് ഓരോ സ്പേസ് വഴി വെട്ടേറ്റ് താഴോട്ട് വരികയാണ്. താഴോട്ട് വെട്ടേറ്റ് വരുന്നത് അവന് ഒരിക്കലും പിന്നെ മുകളിലോട്ടൊരു പ്രൊമോഷൻ പിന്നെ ഒരിക്കലുമില്ല. ഇനി അടുത്തത് അവന്റെ ഞാനിപ്പോ കയറി പറയുകയാണ്, ഇനി ഇപ്പോൾ അവനെ വെട്ടി ഈ ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ ഇനി അടുത്തത് അവനെ 1000 ആണ്ട് ബോട്ടംലെസ് പിറ്റിലാണ്. അതായത് നമുക്കറിയാമല്ലോ, ബോട്ടംലെസ് അടിസ്ഥാനമില്ലാത്ത അഗാധ കൂപത്തിലേക്ക് അവനെ 1000 ആണ്ട് ഇടും. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവനെ വലിച്ചു മുകളിൽ കൊണ്ടുവരുമെങ്കിലും പിന്നെ അവനെ നിത്യനരകത്തിലേക്കിടും. അതിന്റെയൊക്കെ മർമ്മങ്ങൾ പലതും, ഇത് എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഇവനെ വെട്ടി താഴേക്കിട്ടതും ഈ ആൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ ഈ ആൺകുട്ടിയെ ആക്രമിച്ച് അതിനെ വിഴുങ്ങുവാൻ ഇവർ ശ്രമിക്കുമ്പോൾ കിട്ടാതെ വന്നതിന്റെ പേരിലും ആമേൻ സ്തോത്രം ഈ സ്ത്രീയെ ഉപദ്രവിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ലോകത്തിലുള്ള എല്ലാ ഇസ്രായേലിലും ഇവന്റെ ഉപദ്രവം ഉണ്ടാകും. കാരണം ലോകം മുഴുവൻ ഇവന് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഈ പ്രശ്നങ്ങൾ, ഇന്ന് നോക്കൂ, അമേരിക്ക തന്നെ ഇവിടുത്തെ പ്രസിഡന്റ് എത്ര മാനസികമായി വേദന അനുഭവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. വലിയ മഹാമാരി, വലിയ പക്ഷിയത്തിന്റെ നടുവിലൊക്കെ ആയി ഈ ലോകരാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ 1,00,000-ൽ പരം, നമുക്കറിയാമല്ലോ കറക്റ്റ് നമ്പർ, ഇത്രയും ആളുകൾ മരിച്ചപ്പോൾ ഈ രാജ്യത്തിനുള്ള നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഭയങ്കരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷെ അതിന്റെ യാഥാർത്ഥികമായ ഒരു വശം നമുക്കറിയാം. നമുക്ക് കുറച്ച് ഫ്രീഡവും കാര്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ധാരാളം ആളുകൾ അനേക ആളുകൾക്ക് ഈ രോഗം പിടിക്കുകയും ഇത്രയും ആളുകൾക്ക് രോഗം പിടിച്ചതുകൊണ്ട് ഈ വലിയ നമ്പർ ആളുകൾക്ക് ഒരുമിച്ച് രോഗം പിടിച്ചത് കൊണ്ട് ഇതിനകത്ത് ഇത്ര പെർസെന്റേജ് പ്രൈസ് ലോർഡ് 2-3% ആളുകൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് വരികയും അവർക്ക് അവരുടെ ലങ്സിന് പ്രോബ്ലം ഉണ്ടാകും, ഇന്റേണൽ ഓർഗൻസിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞ് അവർക്ക് വെന്റിലേറ്ററിന്റെ ഒക്കെ ആവശ്യകതകൾ വരുന്നത് കൊണ്ടും, രണ്ടാമത് ദൈവത്തിന്റെ സ്തോത്രം അവിടെ ലങ്സിനെയും ഇങ്ങനെയുള്ള ഭാഗങ്ങളെയൊക്കെ ഈ വൈറസ് ക്രൂരമായി അത് ഉപദ്രവിച്ച്, ഞാൻ ആ ഒരു വാക്കുകൾ പറയുന്നതേ ഉള്ളൂ, നമുക്കതിന്റെ മെഡിക്കൽ ടെർമിനോളജികളും വാക്കുകളും ഒക്കെ അറിയാവുന്നവർ ഇതിനകത്തുണ്ടല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഇതിങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ട ഫെസിലിറ്റികൾ കൊടുക്കുവാൻ ഇല്ലാതെ വരുന്നത് കൊണ്ട് അങ്ങനെ മരണം കുറച്ച് വർദ്ധിച്ചു പോയി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണ് ഈ രാജ്യത്ത് സംഭവിച്ചത്. പലയിടങ്ങളിലും പ്രതീക്ഷിക്കാത്ത നിലയിൽ ഈ സംഭവങ്ങൾ നേരിട്ടു. അതിന്റെ കൂടുതലായിട്ടുള്ള റിയാലിറ്റികൾ നിങ്ങൾക്കറിയാം. എന്താണെങ്കിലും ഇങ്ങനെയുള്ള മാനസികമായ ഒരു വലിയ വേദന നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ 10 ദിവസത്തിലുപരിയായിട്ട് ഈ രാജ്യത്ത് ഇപ്പം നടക്കുന്ന കലാപങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നടക്കുന്നത്. ഞാൻ എന്തിനായി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിഷയം ഞാൻ പറയുകയല്ല. ഓരോ വിഷയങ്ങളും നടക്കുകയും പിന്നീട് അതിന്റെ മേൽ വീണ്ടും വിഷയങ്ങൾ, ദൈവത്തിന്റെ സ്തോത്രം, സമാധാനമില്ലാത്തൊരു ലെവലിലേക്ക് വരികയാണ്.
നമ്മുടെ പ്രസിഡന്റിന് പോലും ഒരു ചില സമയത്തേക്ക് ബങ്കറിൽ പോയിരിക്കേണ്ടതായിട്ട് വന്നു. ആമേൻ, സ്തോത്രം. അവിടെ വാഷിംഗ്ടണിൽ ഉണ്ടായ പ്രയാസങ്ങൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതുപോലെ ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്ക് ലോകത്തിലെ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയാം അമേരിക്ക നിൽക്കുന്ന ഈ രാജ്യത്തിലെ ഒരു ഭരണാധികാരികളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഈ വലിയൊരു സാഹചര്യം, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇപ്പം വന്നിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഇതിന്റെ നടുവിൽ നമ്മൾ പാർക്കുന്ന ഈ രാജ്യമോ ഈ രാജ്യം പരാജയപ്പെട്ടു പോകത്തില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ കൺട്രോളിലാണ് ഭൂമി ഇപ്പൊ നിൽക്കുന്നത്. സാത്താൻ അവിടെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി, സർവശക്തനായ ദൈവത്തിന്റെ ത്രിത്വത്തിൽ മൂന്നാമനായ വ്യക്തിത്വം, പേഴ്സണാലിറ്റിയായി പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം ആമേൻ, ഹല്ലേലൂയ, ആ ദൈവം ഇന്ന് ഭൂമിയിൽ ഉള്ളത് കൊണ്ട് സാത്താന് അവന്റെ പൂർണ്ണ ബലം ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് സഹായിക്കും. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ രാജ്യത്തിന്റെ അധപ്പതനത്തിൽ നിന്നും ഇപ്പോഴത്തെ അവഗണനകളിൽ നിന്നൊക്കെ ഈ രാജ്യത്തെ എഴുന്നേൽപ്പിക്കും. സംശയിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. കാരണം ഈ രാജ്യത്തെ ദൈവം മറക്കത്തില്ല. കൃപായുഗം അതിന്റെ വാതിൽ അടയുന്നത് വരെ ഈ രാജ്യത്തെ അതിന്റെ സ്ഥാനത്ത് തന്നെ ദൈവം നിർത്തും. പിന്നെ അതിന്റെ ഈ അമേരിക്കയുടെ ചരിത്രം മറ്റൊരു ലെവലിലേക്ക് പതുക്കെ മാറും. അതേക്കുറിച്ച് നമുക്ക് പിന്നീട്, അത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട വിഷയം ഞാൻ പറഞ്ഞത് ഇതാണ്. ഇത്ര വലിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് വരുമ്പോൾ, അമേരിക്കയ്ക്കാണെങ്കിലും ലോകരാജ്യങ്ങൾക്കാണെങ്കിലും വരുമ്പോൾ, ഇതിനെയെല്ലാം നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ഇതിനെയൊക്കെ അതിന്റെ അധികാരികൾക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഈ രാജ്യങ്ങളെയൊക്കെ നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഇനി അടുത്തൊരു കാര്യം ഓർത്തോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയുമായി എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ വിഷയങ്ങൾക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ അനവധി, ഇതിന്റെ 100 മടങ്ങായിരിക്കാം, 1000 മടങ്ങായിരിക്കാം പ്രശ്നങ്ങൾ ലോകത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു ഭരണാധികാരികൾക്കും പിന്നെ ആ ലോകത്തെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരാൻ മേലാതെ വരും. ശ്രദ്ധിക്കണം. എല്ലാ രാജ്യങ്ങളും എങ്ങനെ മുമ്പോട്ട് പോകുമെന്നോർത്ത് ഭാരപ്പെടുമ്പോൾ അവർക്ക് യാതൊരു വഴിയും അവർക്കില്ല. ഒരു സാധ്യതയില്ലാതെ വരുമ്പോഴാണ് ഒരു ലീഡർ ആമേൻ, ഹല്ലേലൂയ, രംഗപ്രവേശനം ചെയ്യുന്നതും. നിങ്ങൾ ഒന്നും ഓർത്ത് ഭാരപ്പെടുന്നത്, നിങ്ങളുടെ രാജ്യത്തെ ഞാൻ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താം, നിങ്ങളുടെ ജോലി പോയോ അതെല്ലാം തരാം, നിങ്ങളുടെ രാജ്യത്തെ എക്കോണമി പോയോ അതെല്ലാം ശരിയാക്കിക്കൊണ്ടുവരാം, ഇൻഡസ്ട്രികളെല്ലാം അടഞ്ഞു കിടക്കുന്നു ശരിയാക്കിക്കൊണ്ടുവരാം, വിദ്യാഭ്യാസമെല്ലാം ശരിയാക്കാം. അങ്ങനെ എല്ലാ രാജ്യത്തിനും പ്രോമിസ് ചെയ്യും. ആ സാത്താന്റെ ശക്തി ഉപയോഗിച്ച് അതെല്ലാം ആ പൂർവാധികം ശക്തിയോടുകൂടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ലീഡേഴ്സ് എല്ലാം ഇവന്റെ മുമ്പിൽ മുട്ടുകുത്തി ഭരണങ്ങൾ ഇവനങ്ങ് വിട്ടുകൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ഇത് നടക്കാൻ പോകുന്നൊരു സമയമാണ്. എന്നാ നടക്കുന്നറിയാവോ? ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഒരു ഭരണാധികാരികൾക്കും, മെയിൻ ലൈനിൽ നിൽക്കുന്ന ഭരണാധികാരികൾക്ക് തങ്ങളുടെ രാജ്യങ്ങളിലെ ഭരണം നിയന്ത്രിക്കുവാനും ജനത്തെ വേണ്ട രീതിയിൽ ഭരിച്ച് അവർക്ക് വേണ്ടി അവരുടെ വെൽഫെയർ, നല്ല കാര്യങ്ങൾ ചെയ്യുവാനും കഴിയാതെ വരുമ്പോൾ അവര് കീഴ്പ്പെട്ട് ഈ കഴിവുള്ള ലീഡറിന്റെ മുമ്പിൽ മുട്ടുകുത്തി തങ്ങളുടെ ഭരണവും അധികാരവും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇവരും ഒരു ഭരണാധികാരിയൊക്കെ ആയിട്ട് ഒരു സ്റ്റാമ്പ് പോലെ അങ്ങ് ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. യഹൂദന് അതികഠിനമായ ഉപദ്രവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹൂദന് അതികഠിനമായ ഉപദ്രവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവസഭ നമ്മളിന്ന് ഭൂമിയിലുള്ളിടത്തോളം സമയം സാത്താന് ഇവിടേക്ക് വന്നിട്ട് അവന്റെ അധികാരം ഉപയോഗിക്കുവാൻ, അവന് ശകല ശക്തിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആളുകൾ ചിലർ പറയുന്നുണ്ട് അവന് ശക്തിയുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ നിർത്താം. ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഈ സ്ത്രീയെ ഉപദ്രവിക്കുകയാണ്. ഈ സ്ത്രീയെ ഭയങ്കരമായി ഉപദ്രവിക്കുകയാണ്. ഇത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നെങ്കിലും ഇസ്രായേലിന്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകമെമ്പാടുമുള്ള യഹൂദ ജനത്തിന്റെ ഒരു ചിത്രമാണ് കാണുന്നത്. യഹൂദന്റെ അതികഠിനമായ പീഡയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം അവന്റെ പീഡ, യഹൂദന്റെ പീഡ, ആന്റിക്രൈസ്റ്റ്, ഈ സാത്താൻ ഈ ലീഡറിനകത്ത് കയറിയിട്ട് അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. അവരെ സഹായിപ്പാൻ ആരുമില്ല. അവർ നിലവിളിക്കും. പക്ഷെ അതിന്റെ നടുവിൽ
അവരുടെ യഹോവയെ അവർ ഓർക്കും. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ നടുവിൽ അവർ ക്രൂശിച്ച, അവരുടെ പിതാക്കന്മാർ ക്രൂശിച്ച ക്രിസ്തുവിനെ അവർ ഓർക്കും. ആ കുത്തുമെങ്കിലേക്ക് അവർ നോക്കും. നമുക്കറിയാമല്ലോ, സക്കറിയ പ്രവചനത്തിലൊക്കെ ഉണ്ട്. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിലുണ്ട്, ദൈവമക്കളെ അവർ നോക്കും. അതിക്രൂരമായ പീഡയുടെ നടുവിൽ അവിടെ മെശിഹായെ തള്ളിപ്പറഞ്ഞ് അവരുടെ പാരമ്പര്യം നിൽക്കവേ തന്നെ ഈ ദൈവത്തിന് സ്തോത്രം അവിടെ ജീവൻ സമർപ്പിക്കുവാൻ അവർ തയ്യാറാകും. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം. യഹൂദനെ അന്ന് ഇസ്രായേലിനെ 144,000 എടുക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം ശേഷിപ്പുള്ളവരെ ഉപദ്രവിച്ചെങ്കിൽ സഭയെടുക്കപ്പെടുന്നത് ഒരു യാഥാർത്ഥികമായ കാര്യമാണ്. ശേഷിപ്പുള്ളവരെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിക്കോണം. താൽക്കാലിക ഒരു ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുവാനല്ല, നിത്യ നരകത്തിലേക്ക് ആരും പോകാതെ നിത്യ സ്വർഗത്തെ ദൈവത്തോടു കൂടി ഇരിക്കുവാൻ അതിനുവേണ്ടി നമ്മളെ അതിനുവേണ്ടിയാണ് ദൈവം രക്ഷിച്ചത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും നമ്മൾ ദൈവമക്കളായി തീർന്നതും ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് വിശ്വസിക്കുകയാണ്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. ദൈവമക്കൾ ആരും നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം. ദൈവമക്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചോണം. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തോണം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണാത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത് നിർത്തിക്കോണം. 2, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ആത്മീയ ഉത്തേജനം കൊടുക്കുകയും ചെയ്യണം. ലൗകികരായി ലോകസ്നേഹികളായി ആളുകൾ പോവുകയാണെങ്കിൽ അവർക്ക് പ്രബോധനം കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകണം. വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അനുസരിച്ച് സുവിശേഷം പറഞ്ഞ് പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് ഒരുങ്ങാനുള്ള സമയങ്ങളാണ്. പ്രാർത്ഥനയിൽ ഒട്ടും കുറഞ്ഞു പോകണ്ട. കിട്ടുന്ന സമയങ്ങൾ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ആരാധിക്കുകയും ആമേൻ ദൈവപ്രവർത്തികൾ നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുകയും അനുകൂലവാദികളായി തീരുകയും ചെയ്യുക. ഇന്ന് രാത്രി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.